കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു ദീപാവലി മധുരം ഉണ്ടാക്കിയാലോ? ഭയങ്കര പരിപാടികളുള്ള ഒരു ഹെവി സ്വീറ്റൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു മധുരം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളം നനവില്ലാത്ത ജാറായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളെപ്പോഴും ഏറ്റവും വലിയ ജാറും ഏറ്റവും ചെറിയ ജാറും എടുക്കാതെ ആ ഒരു മീഡിയം സൈസ് ജാറുണ്ടല്ലോ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓയിൽ ഒഴിക്കുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ പാല് അത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്, ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ റവയും പഞ്ചസാരയും കൂടെ അടിഭാഗത്ത് ചിലപ്പോൾ കട്ടയായിട്ട് ഇരുന്നിട്ട് നമ്മളിത് മിക്സി അടിക്കുമ്പോൾ ഇത് കറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ അടിച്ചെടുക്കുമ്പോൾ ഈ ബാറ്റർ ഒരുപാട് ചൂടായി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടിച്ചു കൊണ്ടുവന്ന ബാറ്ററിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലും വെള്ളം നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ കേക്ക് പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണിത്. നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പാത്രവും സ്പൂണും എല്ലാം അങ്ങനെ ആയിരിക്കണം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറില്ല, സോഡ മാത്രമേ ഉള്ളൂ എങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും നല്ല അടി കട്ടിയുള്ള ചെറിയ നമ്മൾ കറികൾ കോരാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചോറ് കൊണ്ടുപോകുന്ന സ്റ്റീൽ പാത്രങ്ങളോ അതൊക്കെ മതിയാകും കേട്ടോ. നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഓവനിലൊന്നും അല്ല കേട്ടോ. നമ്മുടെ സാധാരണ ഒരു അലുമിനിയം പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിനകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് ഓപ്പണാക്കി അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ വെച്ച് കൊടുത്ത് അടപ്പ് അടച്ചതിന് ശേഷം ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും വെച്ചപ്പോഴേക്കും എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു 25 മിനിറ്റ് ആകുമ്പോൾ ഓപ്പണാക്കി നോക്കിയിട്ട് കുക്കായില്ല എന്നുകൊണ്ട് തോന്നുകയാണെങ്കിൽ അടച്ചു വെച്ചിട്ടൊരു 5 മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അതിനെ എടുത്ത് പുറത്ത് വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും. എന്നാലും നമ്മളൊരു കത്തി കൊണ്ടൊക്കെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്ത് നമ്മൾ ബട്ടർ പേപ്പർ കൂടെ വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ നിങ്ങൾ ആ കേക്ക് ടിന്നിൽ ഒന്ന് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് മൈദ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മുട്ടയൊന്നും ചേർക്കാത്ത ഒരു സാധനമാണ്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണേ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വൈകുന്നേരം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ എന്നും ഹെൽത്തി പലഹാരങ്ങളെന്ന് പറഞ്ഞ് പഴവും ശർക്കരയുമായിട്ട് നടന്നാൽ കുട്ടികൾ എന്നും കഴിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ നമുക്ക് സോപ്പിടുകയും ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.